ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിന്റെ ഉത്തരവാദിത്തം എ പത്മകുമാറിന് തന്നെയെന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങൾ. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് എൻ വിജയകുമാറും കെ പി ശങ്കരദാസും അന്വേഷണ സംഘത്തോട് പറഞ്ഞു. മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്ന് ആവർത്തിക്കുകയാണ് അന്നത്തെ ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാറും കെ പി ശങ്കരദാസും. എല്ലാ ഉത്തരവാദിത്വവും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനാണ്. പത്മകുമാറിന്റെ കൈവശം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ ബോർഡ് തീരുമാനമെടുത്തത് തങ്ങളുടെ അറിവോടെയല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമില്ലെന്ന് മുൻ അംഗങ്ങളായ എൻ വിജയകുമാറും കെ പി ശങ്കരദാസും അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഇരുവരുടെയും മൊഴി SIT വിശദമായി രേഖപ്പെടുത്തി. ഈ മൊഴികൾ SIT പരിശോധിച്ചു വരികയാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ നിർദ്ദേശമനുസരിക്കുക മാത്രമായിരുന്നു ചെയ്തതെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജാമ്യം അനുവദിക്കണമെന്ന ബൈജുവിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ബൈജുവിനെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കോടതി വിട്ടു. മീഡിയ 1 തിരുവനന്തപുരം.